വി ആർ എൻ ഇവിടെ വി ആർ എന്നിലേക്ക് വരുന്ന മുമ്പ് US സ്റ്റേറ്റ് ഡെപ്യൂട്ടി ക്രിസ്റ്റഫർ ലാൻഡെ ഡൽഹിയിലെ പരിപാടിയിൽ സംസാരിച്ചൊന്ന് കേൾക്കാം. But again, India should understand that we're not going to make the same mistakes with India that we made with China 20 years ago in terms of saying, oh, you know, we're going to let you be able to develop all these markets, and then the next thing we know, you're beating us in a lot of commercial things. We're going to make sure that whatever we do, it's fair to our people, because ultimately we have to be accountable to our own people, just as the government of India has to be accountable. പറഞ്ഞ US സ്റ്റേറ്റ് ഡെപ്യൂട്ടി ക്രിസ്റ്റഫർ ലാൻഡെ ഡൽഹിയിലെ പരിപാടി താക്കിയതുപോലെ പറയാണ്. എന്താണ് ചൈനയോട് ചെയ്തിട്ട് ഇന്ത്യയോട് ചെയ്തില്ല, എന്താണ് കൊമേഴ്സ്യൽ മേഖലയിൽ നിങ്ങളെ ഒരു തരത്തിൽ മുന്നോട്ട് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ ആൾക്കാരുടെ താല്പര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അനുസരിക്കുന്നൊരു മട്ടാണ് ഇന്ത്യൻ മണ്ണിൽ എന്ന് പറഞ്ഞാണ് ലാൻഡെ. സാർ എന്തിനാണ് വരട്ട്, എന്തിനാണത് കേട്ടു നിൽക്കാൻ നമുക്കുള്ള ഗതികേട് എന്താണ്? വി ആർ അനൂപ്. ഹാഷ്മി, മായാവി എന്ന മമ്മൂട്ടി സിനിമ ഹാഷ്മിയും കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ നമ്മളെ രസിപ്പിച്ചത് സലീം കുമാറാണ്. സലീം കുമാർ എല്ലാ സമയത്തും പറയുന്ന ഒന്ന്, ഞാനാണ് മായാവിയുടെ ആശ. മായാവി ഞാൻ പറയാതെ ഒരു അക്ഷരം പറയില്ല, ഒരു ചുവട് മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് പറയുന്നത് പോലെ മായാവി സിനിമയിലെ സലീം കുമാറിനെ പോലെയാണെന്നേ മോദി വിശ്വഗുരുവായിട്ട് സ്വയം അങ്ങ് പറയുകയാണ്. ഡൊണാൾഡ് ട്രംപ് എൻ്റെ ശിഷ്യനാണ്, ഞാനാണ് ആശാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ആരാണ് ആശാൻ, ആരാണ് ശിഷ്യൻ എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത് ആദ്യത്തെ തവണയല്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന എണ്ണയുടെ കാര്യത്തിൽ അമേരിക്ക തിരുത്തിയെന്നൊക്കെ പറയുന്നത് എത്ര വലിയ കോമാളിത്തരമാണെന്ന് നമുക്കറിയാം. ഇത് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, പരസ്യമായി പ്രഖ്യാപിക്കുകയാണെന്നേ, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ യുദ്ധം തീരുന്നത്, യുദ്ധസമാനമായ സംഘർഷം തീരുന്നതെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പലതവണ ആവർത്തിക്കുകയാണ്. ഇവിടെ വിശ്വഗുരു എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവർ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമ്പോൾ അതിനെതിരെ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ വിശ്വഗുരു പരിവേഷം ഒരു വ്യാജ പരിവേഷം ഇങ്ങനെ സങ്കല്പിച്ച് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ലോകത്തിന്റെ ഗുരു ആയിരുന്നത്, ലോകം ഗൗരവത്തോടു കൂടി ഇന്ത്യയെ കേട്ടിരുന്നപ്പോഴാ. ഇന്ത്യ എന്ന റിപ്പബ്ലിക് ഉണ്ടാകുന്നതിന് മുമ്പ് ഗാന്ധിക്ക് ആ സ്വീകാര്യത ഉണ്ടായിരുന്നു, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് പോലും ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ വലിയ സ്വീകാര്യതയെ, നമ്മുടെ അന്തസ്സിനെ, ആത്മാവിനെ തന്നെ ബലി കഴിക്കുകയാണെന്നേ. ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അഭയാർത്ഥികളെ കൊണ്ട് അമേരിക്കൻ വിമാനം വന്നപ്പോൾ ഒരു അക്ഷരം കൊണ്ട് പോലും പ്രതികരിക്കാൻ വൈമനസ്യം കാണിച്ച ഒരു ഭരണകൂടമാണെന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അവരിൽ നിന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രതിഷേധം പ്രതീക്ഷിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ഇന്ത്യയെ സംബന്ധിച്ച് അതിൻ്റെ അന്തസ്സിനെ അത് പണയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അതിൻ്റെ സ്വയം നിർണയാവകാശമാണെന്നേ. നമ്മൾ ഒരു വ്യക്തിയാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും എവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യം അല്ലെങ്കിൽ വ്യക്തി അസ്വതന്ത്രനാണെന്നാ. ഇവിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാമെന്ന് എന്തോ വലിയ ഉദാഹരണം പോലെ പ്രഖ്യാപിക്കുമ്പോൾ ആർക്കാണ് കാര്യങ്ങൾ മനസ്സിലാവാൻ കഴിയാത്തത്? അതിന് വലിയ ജിയോ പൊളിറ്റിക്സിന് വലിയ അവഗാഹമൊന്നും വേണ്ട. സ്കൂൾ കുട്ടിയുടെ കോമൺ സെൻസ് മതി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ അമേരിക്കയുടെ അനുമതി വേണ്ട. അമേരിക്കയ്ക്ക് ഇതിലെന്താണ് കാര്യമെന്ന് ആലോചിക്കാൻ ഒരു ശരാശരി എന്ന് പറയുന്ന സാമാന്യ ബോധം മതി. ഈ സംഘപരിവാറുകാർക്ക് മാത്രമാണത് മനസ്സിലാവാത്തത്. മനസ്സിലായിട്ടും അവർ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ അന്തസ്സിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ആയത്തുള്ള അലി ഖൊമേനിയെ പോലെ ഒരു രാഷ്ട്രത്തലവൻ, അവിടുത്തെ ഒരു പരമോന്നത നേതാവ് വധിക്കപ്പെടുമ്പോൾ അതിനെതിരെ അപലപിക്കാൻ കഴിയുന്നില്ലെന്നേ. കോൺഗ്രസ് പാർട്ടി അതിനെ അപലപിച്ചു. ഇന്ത്യയുടെ ഇതുവരെയുള്ള ഒരു സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് കുറച്ചു കാലമായി സംഘപരിവാർ തുടർന്നു വരികയാണെങ്കിൽ ഇന്ന് അതിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ അന്തസ്സിൽ എന്ന് പറയുമ്പോഴും 40% നിന്ന് 20%ലേക്ക് കട്ട് ഓഫ് ഉണ്ടായെങ്കിലും പോയ മാസവും ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ഇപ്പോഴും റഷ്യയിൽ നിന്നാണ്. ശരിയാണ്. പിന്നെ വെനിസുലയിലെ ഇല്ല എന്താണ് നമ്മളില്ല എന്തോ റമ്മെന്ന് പറയുന്ന പോലെ കറുത്ത് അങ്ങേയറ്റം എന്താണ് മാറ്റിയെടുക്കാൻ പാടുള്ള ക്രൂഡ് ജാംനഗറിൽ കൊണ്ടൊന്ന് ശരിയാക്കി വരാൻ സമയം എടുക്കുമായിരിക്കും. പക്ഷെ അതുവരെ വാങ്ങിക്കരുത് എന്ന കട്ടയ്ക്ക് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിച്ചോണ്ടിരിക്കുക. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതല്ലല്ലോ ഹാഷ്മി, ഇവിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതല്ലല്ലോ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഹാഷ്മി. എണ്ണ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ എന്ന് പറയുന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് അമേരിക്ക ഇങ്ങനെ പറയുമ്പോൾ അതിനെതിരായി പറയാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ബന്ധത്തിൽ ഇടപെടുന്നിടത്താണ് പ്രശ്നം. നമ്മുടെ എല്ലാ കാലത്തും നമ്മുടെ നിലപാടെന്തായിരുന്നു? കാശ്മീർ പ്രശ്നത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെ അംഗീകരിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്.
എത്രയോ രാജ്യങ്ങൾ അതിൽ ഇടപെടാൻ ശ്രമിച്ച സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഗവൺമെന്റുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയാണ്, ഞാൻ ഇടപെട്ടതുകൊണ്ട്, ഞാൻ ഫോണിൽ സംസാരിച്ചതുകൊണ്ട്, ഞാനാണ് ഇത് ഒത്തുതീർപ്പാക്കിയെന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആവശ്യമാണെന്നേ. അമേരിക്കയുടെ ഒരു അടിമ രാജ്യമായി, അമേരിക്കയുടെ ഒരു ആശ്രിത രാജ്യമായി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്താൻ മോദി സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. നമ്മുടെ അന്തസ്സിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന്, എണ്ണയുടെ പ്രശ്നമല്ല, അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നേ. വളരെ കൃത്യമായി അമേരിക്ക നിരന്തരം നമ്മുടെ അഭിമാനത്തിന് നേരെ നിരന്തരം പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കാൻ ഈ രാജ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു വശത്ത് നേരത്തെ പറഞ്ഞതുപോലെ മായാവിയിലെ സലീം കുമാറിനെ പോലെ ഞാനാണ് ആശാൻ, ഞാനാണ് ഗുരു, ട്രംപ് എന്ന് പറയുന്നത് എന്റെ ശിഷ്യനാണ്, ഞാൻ പറഞ്ഞാൽ ട്രംപ് ഒരടി മുന്നോട്ട് പോകില്ല, ട്രംപിന് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുന്നു, ട്രംപിന് മീതെയാണ് ഞാനെന്ന് പറയുന്നു, അങ്ങനെ സംഘി ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നു. ഇപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി ആരാണ് ആശാൻ, ആരാണ് ശിഷ്യൻ എന്ന് മനസ്സിലാക്കപ്പെട്ടിരിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഹാസ്യ കഥാപാത്രമായി എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഖേദകരാണെന്നേ. നമ്മുടെ പ്രധാനമന്ത്രിയാണ് ശ്രീ മോഹൻ വർഗീസ്. ഇപ്പോൾ തന്നെ BJP ഹാൻഡിലുകളിൽ മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക്, സ്ട്രാറ്റജിക് ഓയിൽ ഡിപ്ലോമസി എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മുടെ പൗരന്മാരെ കയ്യും കാലും കെട്ടി കൂച്ചുവരം കെട്ട് യുദ്ധവിമാനത്തിൽ ഇവിടെ കൊണ്ടിറക്കി, നമ്മൾ ക്ഷമിച്ചു. ഇവിടെ ഇന്ത്യ, നമ്മളും നമ്മുടെ ശത്രുരാജ്യം അല്ലെങ്കിൽ അയൽരാജ്യം തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ ഇടം നടത്തിയ വെടിനിർത്തൽ ഞാനാണ് വെടിനിർത്തിയത് എന്ന് ട്രംപ് ആദ്യം പറഞ്ഞു. നമ്മളൊന്നും തിരിച്ചു, നമ്മൾ ക്ഷമിച്ചു. നമ്മുടെ ഇറാനിൽ എണ്ണ വാങ്ങില്ല എന്ന് ഏകപക്ഷീയം പ്രഖ്യാപിച്ചു. നമ്മളൊന്നും പറഞ്ഞില്ല, നമ്മൾ ക്ഷമിച്ചു. ഇവിടെ പ്രധാനമന്ത്രി എൻ്റെ സുഹൃത്താണ്. ഞാൻ കൂടുതൽ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലാതാക്കുന്നില്ല, രാഷ്ട്രീയ ഭാവി തകർക്കുന്നില്ല എന്ന് ഭീഷണി സ്വരത്തിൽ പറയുന്നു. നമ്മളൊന്നും പറഞ്ഞു, നമ്മൾ ക്ഷമിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.